ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഗോൾഡിലേക്ക് വരാം. ഗോൾഡ് എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഞാൻ പറയാറില്ല, നമ്മളെപ്പോഴും ഒരു ആഴ്ചയിൽ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച എന്താണ് മൂവ്മെൻറ്റ്സ് നടന്നതെന്ന് നമ്മൾ നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ തലേ ദിവസം എന്ത് നടന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി ഏറ്റവും ബെസ്റ്റ് ട്രേഡിൽ കയറാനും പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ഈ മൺഡേയിൽ തന്നെ നല്ലൊരു ട്രേഡ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് അടക്കുകയും എല്ലാവർക്കും അത് പ്രോഫിറ്റ് കിട്ടുകയും പല ആൾക്കാർക്ക് അക്കൗണ്ട് പാസ്സാകുകയും നല്ല പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീക്കും കൂടിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് കറക്റ്റ് നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന് അത് കറക്റ്റായിട്ടത് അത് മാനേജ് ചെയ്യാൻ പറ്റിയ അവിടെ. അതുകൊണ്ടാണ് പലർക്കും നല്ലൊരു പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് വരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓൾറെഡി ആ ഒരു ട്രേഡ് എടുത്തതൊക്കെ നമ്മളുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. Sino07 എന്ന് പറഞ്ഞ ഇൻസ്റ്റ ഐ ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മന്തിലേക്ക് വരാം. മന്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. പ്രൈസ് ഒരു റേഞ്ചിലാണ്, ഒരു സൈഡ് വേ ട്രെൻഡാണ്. പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പോയി, അതേപോലെ ബിയറിഷിലേക്ക്. പക്ഷേ പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസം ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ജൂൺ മന്താണ് തുടങ്ങുന്നത്. അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുക എന്താണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. നമുക്ക് വീക്കിലേക്ക് നോക്കാം. നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷ് മൂവ്മെൻറ്റിൻ്റെ വീക്കാണ് ഉണ്ടായത്. അതിന് മുമ്പത്തെ ആഴ്ച ഒരു ബുള്ളിഷ് ആയിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഒരു ബിയറിഷ് ആയിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച ബുള്ളിഷ് ആയിരുന്നു, ബിയറിഷ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് പ്രൈസ് ഒരു റേഞ്ചാണ്. ഈ ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് പിന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ പറയുന്നത്. പക്ഷേ ചില സമയത്ത് ഞാൻ ഒരു സൈഡിലേക്ക് മാത്രം നോക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഒരു സൈഡിലേക്ക് എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ തരുന്നത്. നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ബുള്ളിഷും ഈ ആഴ്ച ബിയറിഷുമായി. എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ബിയറിഷ് ഗ്യാപ്പിലാണ്. പ്രൈസ് എന്ത് ചെയ്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത്. ആ ബുള്ളിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്രൈസ് എടുത്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ അത് ഫില്ല് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 15 മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന്. കേട്ടോ, പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യേണ്ടതിന് പകരം പ്രൈസ് എന്തെന്ന് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പ്രൈസ് നേരെ കയറിപ്പോവുകയും കയറിപ്പോയി പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് ആ ഓർഡർ ബ്ലോക്കൊക്കെ ഫില്ല് ചെയ്ത് ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എടുത്ത് പ്രൈസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ക്ലോസ് ചെയ്തു. ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്ന നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ്. ഏകദേശം 360 പറ്റിയാണ് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. നല്ലൊരു ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ എന്താണെന്ന് വെച്ചാൽ ഒരു ബിയറിഷ് ഓപ്പൺ ആയിരുന്നു. ഇവിടെ ഒരു ബുള്ളിഷ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ബിയറിഷ് ഓപ്പണാണ് സംഭവിച്ചത്. ഈ ബിയറിഷ് ഓപ്പണിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രസമല്ല. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞത് ഈ ക്യാൻഡിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ, അതായത് ഈ ഒരു ഗ്യാപ്പ് വരെ നിങ്ങൾക്ക് എന്തായാലും ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്ന ട്രേഡാണ് കേട്ടോ. കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് എടുത്ത ശേഷമാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയത്. അപ്പോൾ നല്ല അടിപൊളി ട്രേഡായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ബുള്ളിഷിലാണ്, ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ് ആയതുകൊണ്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ് പോലെ വരാതെ ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ്. പക്ഷേ പ്രൈസ് ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആ ഇതെല്ലാം പിക്ക് ചെയ്ത് പ്രൈസ് തിരിച്ച് കയറി അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി ആയിരുന്നു. ആ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ഒക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്ക പേഴ്സിൽ നിന്ന് മൺഡേ തന്നെ നല്ല ട്രേഡ്സ് കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു മൺഡേ ട്യൂസ്ഡേ ആയി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു 2-3 ആഴ്ച കിട്ടേണ്ട പ്രോഫിറ്റ് തന്നെ എനിക്കതിൽ കിട്ടി. നല്ല കോൺഫിഡൻസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്ന് നല്ല രീതിയിൽ പഠിച്ചിട്ട് വന്ന് നമ്മൾ ഒരു ദിവസം ട്രേഡ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ആയിരിക്കും ട്രേഡ് എടുക്കാനായിട്ട്. എടുത്ത ട്രേഡിലും നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഡേയിൽ ഇനിയിപ്പോൾ ഉള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ടുണ്ട്, പ്രൈസ് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ബൈ എടുത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഈ റേഞ്ച് നിൽക്കുക, അല്ലെങ്കിൽ പ്രൈസ് ഈ പ്രീവിയസ് ഹൈയിലേക്ക് വരികയാണെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാൻ തന്നെ സാധ്യത. റേഞ്ചിൽ നിന്നിട്ട് പ്രൈസ് ഒന്നെങ്കിൽ ബുള്ളിഷിലേക്ക് പോകുക അല്ലെങ്കിൽ ബിയറിഷിലേക്ക് പോകുക. എന്ന് വെച്ചാൽ പ്രൈസ് അത്രയും എക്സ്ട്രാ പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിലേക്ക് നിങ്ങൾ ട്രേഡ് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നോക്കി ഇപ്പോൾ ഇവിടുത്തെ ഈ ഹൈ ബിഗ് ബ്രേക്ക് നടത്തി അവിടെ നിന്നാണ് പ്രൈസ് ഇറങ്ങിപ്പോൾ വന്നേക്കുന്നത്. നെക്സ്റ്റ് പ്രൈസ് വീണ്ടും ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇനി മൺഡേ ചിലപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോ ഒന്നെങ്കിൽ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ച് കയറി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്നും കൂടി താഴേക്ക് വരാം. അല്ല പ്രൈസ് ജസ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 ഹവറിൻ്റെ OB വരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യാം. പക്ഷേ പ്രൈസ് ഇനി ഇവിടെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടാണ് തിരിച്ച് കയറി വന്നതെന്നുണ്ടെങ്കിൽ ഈ OB വന്നു കഴിഞ്ഞാൽ ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്ന് തന്നെ കയറി വന്നാൽ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് നെക്സ്റ്റ് വീക്ക് ധൈര്യമായിട്ട് ഇവിടെ സെല് ചെയ്യാം. മൺഡേ ഓപ്പൺ ചെയ്യണത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു തവണ പ്രൈസ് ആവർത്തിച്ച കാര്യം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഇവിടെ ചിലപ്പോൾ മൂന്നാമതും ആവർത്തിക്കാം, ചിലപ്പോൾ 5 or 10 തവണ ആവർത്തിക്കാം. പക്ഷേ ഒരു തവണ ചെയ്ത കാര്യം രണ്ടാമത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ 99.9% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മൂന്നാമത് വരുമ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസം വരാം, നാലാമത് വരുമ്പോൾ ചിലപ്പോൾ ട്രാപ്പ് വരാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളത് എങ്ങനെയാണ് ഒരു വട്ടം വന്നത്, എങ്ങനെയാണ് രണ്ടാമത്തെ വട്ടം അത് റിയാക്ട് ചെയ്യുന്നത്, മൂന്നാമത്തെ വട്ടം ആ സെറ്റപ്പ് ആ ഒരു പാറ്റേൺ തന്നെ വന്നാൽ മൂന്നാമത്തോട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്താലും മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്കും നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാമല്ലോ. പ്രോഫിറ്റ് അത് വേണം, ഇത് വേണം, കാർ വേണം, മറ്റേത് വേണം, ഇതല്ല. ഇതെന്താണ് ഇതിൻ്റെ അകത്ത് നടക്കണേന്ന് നല്ല രീതിയിൽ പഠിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആ തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും ഇത് നല്ല രീതിയിൽ പഠിക്കുന്നതുകൊണ്ട്. പക്ഷേ നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ട്രേഡറായി മാറാം. അപ്പോൾ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. നമുക്ക് 1 ഹവറിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേണലൊക്കെ കുറേ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ 50 മിനിറ്റിൽ ഇപ്പോൾ എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിൽ ഇപ്പോൾ പ്രൈസ് ഈ ഒരു രീതിയിൽ നിൽക്കണേണ്. അപ്പോൾ പ്രൈസ് പ്രീവിയസ് ഡേയുടെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട്, അതേപോലെ സെക്ഷൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് പ്രൈസ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആ എടുത്ത ട്രേഡ് കണ്ട കറക്റ്റായി ഇതിൽ വന്ന് ഇവിടെ ഒരു 50 മിനിറ്റിൻ്റെ OB ഉണ്ടാകും. ധൈര്യമായിട്ട് എനിക്ക് 50 മിനിറ്റ് പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഒരു ബിയറിഷ് ചേഞ്ച് ഓഫ് കേട്ടല്ല, ബുള്ളിഷ് ചേഞ്ച് ഓഫ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ പോലും ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാം. എനിക്ക് ഏകദേശം ഉറപ്പുള്ള, അതുകൊണ്ടാണ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും എനിക്ക് അയച്ചു തന്നു, ബ്രോ ഇവിടെ ഒരു OB ഉണ്ടല്ലോ 50 മിനിറ്റ്, അത് റിയാക്ട് ചെയ്യുമോ? എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാം 50 മിനിറ്റ് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. 50 മിനിറ്റിന് ഇങ്ങനെയുള്ള പൊസിഷൻ എന്നൊക്കെ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടും. അല്ല അവിടെ 1 ഹവറിൻ്റെ ആണെങ്കിലും ഡേയുടെ ആണെങ്കിലും വീക്കിൻ്റെ ലോയൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ ബൈ നോക്കാവുന്നതാണ്. നല്ലൊരു എൻട്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രൈഡേ ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ ഈ രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ബൈയും എടുക്കുക, സെല്ലും എടുക്കുക. ഇപ്പോൾ സെക്ഷൻ്റെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ മൺഡേ വാച്ച് ചെയ്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അതേപോലെ ഞാൻ 4 ഹവറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നോക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് മൺഡേയും പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലുള്ളവരോട് എനിക്ക് പറയാൻ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അടക്കും. ആ ട്രേഡുകൾ എടുത്താൽ മതി നിങ്ങൾക്ക് വീക്കിലി പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ടിൽ നിന്ന് ഒരുവിധം പ്രോഫിറ്റൊക്കെ കിട്ടിയതായിരുന്നു, നല്ല നല്ല ട്രേഡ്സുകൾ കിട്ടിയതാണ്. ഇപ്പോഴും ട്രേഡ് റണ്ണിങ്ങിൽ നിൽക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അതൊരു റിസ്കി ട്രേഡാണെന്നാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അതിൽ നിന്ന് 1-2 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നാലും ഇപ്പോൾ ഇച്ചിരിയും കൂടി ഞാൻ ലോങ് ടൈം എടുത്തിരിക്കുന്ന ഒരു ട്രേഡാണ്. നമുക്ക് നേരെ മന്തിലേക്ക് പോകാം. മന്തിൽ എന്താണ് ബ്രിട്ടീഷ് പൗണ്ടിൽ സംഭവിച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. മന്തിൽ ശരിക്കും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഉണ്ടായത്. നമുക്ക് ഈ ഒരു ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബ്രേക്ക് നടത്തി, വീണ്ടും വന്ന് ബിഗ് ബ്രേക്ക് നടത്തി. നമുക്ക് വീക്കിൻ്റെ നോക്കാം. വീക്കിൻ്റെ നോക്കുമ്പോൾ വീക്കിൻ്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യത തന്നെ കൂടുതൽ. അപ്പോൾ ഇനിയും തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡേയുടെ നോക്കാം. ഡേയിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു പുൾ ബാക്ക് സംഭവിച്ചു. ഡേയുടെ ഈ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ തന്നെ എടുക്കും. കണ്ടോ, നമ്മളിത് എന്ന് വന്ന OB ആണെന്ന് ഇത് കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇത് ഏകദേശം ചിലപ്പോൾ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ പോട്ടെ, ഒരു 10 വർഷമായാലും നിങ്ങൾ നല്ല രീതിയിൽ ഡേയുടെയൊക്കെ വരച്ചു. 2022 ഏകദേശം 3 വർഷമായതാണ്. ആ OBയിൽ നിന്നാണ് പ്രൈസ് റിയാക്ഷൻ തരുന്നത്. അപ്പോൾ പ്രൈസ് എന്തുകൊണ്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ട് ഒരു ഹൈ തന്നിട്ട് ഇവിടെ നിന്ന് പോയി ഒരു ഹൈ തരാനും ആ ഹൈ വരാനുള്ള റീസണൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സെല്ലൊക്കെ നോക്കാം. ചിലപ്പോൾ 1-2 ട്രാപ്പൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനുള്ള നല്ലൊരു ട്രേഡ്സ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് നല്ലൊരു ബൈ നമുക്ക് നോക്കാം. നേരെ 4 ഹവറിലേക്ക് മാറിക്കഴിഞ്ഞാൽ 4 ഹവറിൽ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഇനി ഐഡിയം വരുന്നത്. ഐഡിയം എടുത്ത് കഴിഞ്ഞ് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു OBയിലാണ് വന്നെങ്കിൽ ഇപ്പോൾ ഐഡിയം എടുത്ത് ഇവിടെ വേറെ OB ഒന്നും ഞാൻ കാണുന്നില്ല. ഇത് OB ആയിട്ട് കിട്ടുമെങ്കിൽ അതിൽ നിന്ന് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക. എക്സ്ട്രീം വന്നെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയാക്ഷൻ കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് കയറിപ്പോൾ അല്ല ഇതും ചിലപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇത്രയും റിയാക്ഷൻ തന്നിട്ട് തിരിച്ചു തന്നെയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നല്ല റിയാക്ഷൻ അയക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയം ഫെയിലായി, ഇവിടെ ഡേയുടെ OB ഫെയിലായി. അപ്പോൾ ഈ പറയുന്ന 4 ഹവറിൻ്റെ എക്സ്ട്രീം OB നല്ല റിയാക്ഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ലോങ് ടൈം ട്രേഡ് എടുക്കാൻ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ വെച്ചിരിക്കുന്ന റിസ്കിലേക്കും നമ്മൾ നേരത്തെ എടുത്ത ട്രേഡിലുണ്ടായ ലോസിനെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലായിരിക്കും.
ഉറപ്പായിരിക്കും. നിങ്ങൾ എത്ര അടിപൊളി ബെറ്റർ സെറ്റപ്പിൽ ചെന്ന് പെട്ടാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ചിന്താഗതി മൊത്തം എന്താണ്? കുറേ കാശുണ്ടാക്കണം, നഷ്ടപ്പെട്ട കാശിനെക്കുറിച്ചും നഷ്ടപ്പെട്ട ട്രേഡിനെക്കുറിച്ചും ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൊത്തം ചിന്താഗതി. ഇവിടെ നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ട്രേഡിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ എന്തൊക്കെ സാധ്യതയുണ്ട്, ഇത് മനസ്സിലാക്കി ആ ട്രേഡ് എടുക്കുകയും അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്താലും മാത്രമേ നമ്മൾ പ്രോഫിറ്റിൽ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ആ സമയത്ത് നമ്മളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ശ്രദ്ധ കറക്റ്റായിട്ടുള്ള ട്രേഡിലേക്കല്ല. നമ്മുടെ ശ്രദ്ധ എവിടെയായിരുന്നു? കഴിഞ്ഞ ട്രേഡിൽ എനിക്കുണ്ടായ ലോസ്, എൻ്റെ ക്യാപിറ്റൽ ഇത്രയുമായി, എനിക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഫാമിലി ഇത്രയും പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെയാണ് നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കണമെങ്കിൽ തീർന്നു. ഇപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ പോലെ ചിന്തിക്കാനായിട്ട്, കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ എടുത്തോ, കാൽക്കുലേറ്റർ വേറെ വല്ലതും ചിന്തിക്കുക, അതിന് പ്ലസ്സും മൈനസും ചെയ്തു തന്നാൽ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അതേപോലെ ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ട്രേഡിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അവിടെ എടുക്കുന്ന റിസ്കിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഒരു നമ്മളെ കൊണ്ട് പറ്റാത്ത ബാധ്യതകളൊന്നും ആ സമയത്ത് എടുത്തു വെക്കാതിരിക്കുക. അതായത് ഓവർ ട്രേഡിന് പോകാതിരിക്കുക, ഓവറായിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ട്രേഡ്, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലത്തെ ലിവറേജൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യരുത്. മനസ്സിലായോ? നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ലിവറേജൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുക. പതിയെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഏത് ആൾക്കാണെങ്കിലും വലിയ ലിവറേജ് ഇട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതെന്തോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ്. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഇതെല്ലാം നടക്കും. അപ്പോൾ നമുക്ക് ആ ബൈയൊക്കെ നമുക്ക് ഇനി നോക്കാവുന്നതാണ്. ഇപ്പോൾ 4 ഹവറിൻ്റെ ഏതാണെങ്കിലും 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതേ പറയാനുള്ള 1 ഹവറിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ്സ് നോക്കാം. നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊന്ന് സെല്ലെടുത്ത പൊസിഷനാണ്. ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. പ്രൈസ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഡേയുടെ OB വരെയൊക്കെയാണ് ഏറ്റവും മാക്സിമം ടാർഗറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഏകദേശം റണ്ണിങ് ആണ്. ഞാനിപ്പോൾ എടുത്ത ട്രേഡ് ഏകദേശം എനിക്ക് തോന്നുന്നത് $500 മേൽ പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ട്രേഡായിരുന്നു. ബ്രിട്ടീഷ് പൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ലോസ് ഒന്നും ഇല്ല. ഈ ആഴ്ച എനിക്കൊന്നും കുറച്ച് ട്രേഡേ ചെയ്തുള്ളൂ, 2-3 ദിവസം ട്രേഡ് ചെയ്തുള്ളൂ. പക്ഷേ ഒരു ട്രേഡ് എന്തോ ബ്രേക്ക് ചെയ്യാനുണ്ട്, ബാക്കി എല്ലാം പ്രോഫിറ്റില്ല. അപ്പോൾ നമുക്ക് യൂറോ ഹിസ്റ്ററിയിലേക്ക് വരാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി നമ്മൾ ബുള്ളിഷായിട്ടാണ് ഈ മാസത്തെ കണ്ടത്. ഇതും ഓൾറെഡി ബുള്ളിഷാണ്, പക്ഷേ നല്ലൊരു ബിയറിഷിൽ പോയതിന് ശേഷം ഇപ്പോൾ ബുള്ളിഷിൽ നിൽക്കുന്നതാണ്. ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. എന്നാൽ അതിൻ്റെ കഴിഞ്ഞ 2 മാസത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുള്ളിഷിലായിരുന്നു യൂറോ ഹിസ്റ്ററി. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് ഒരു ബിയറിഷിലേക്ക് പോയിട്ട് പ്രൈസ് തിരിച്ച് കയറി വന്നിരിക്കണേ. അതായത് പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതൊരു ബുള്ളി സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് പ്രൈസ് ഒന്ന് പുൾ ബാക്ക് എടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഒക്കെ കംപ്ലീറ്റ് എടുത്ത് പ്രൈസിങ്ങും മൂവ് ചെയ്യാനുള്ള സാധ്യത തന്നെ കൂടുതൽ ബുള്ളിഷിലേക്ക്. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ എടുത്ത് പ്രൈസ് കയറി പോകുന്നത് തന്നെ. നമുക്ക് 4 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇൻറ്റേർണലും കാര്യങ്ങളെ പറയാനുള്ളത്. ഇത് കുറച്ച് നാളായിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്നു ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം എടുത്ത് പ്രൈസ് തിരിച്ച് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബൈ എടുക്കാം, നിങ്ങൾക്ക് സെല്ലും എടുക്കാം. സെല്ലെടുക്കുമ്പോഴും നോക്കുക, ബൈ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലോങ് ടൈം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ള യൂറോ ഹിസ്റ്ററിയിൽ. വലിയ ട്രേഡൊന്നുമല്ല. മൺഡേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഹൈയിൽ നിന്ന് ഒരു സെല്ലെടുത്തായിരുന്നു. പക്ഷേ ഏകദേശം അതിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റാണ്. $250 എന്തോ പ്രോഫിറ്റ് എടുത്തുള്ളതെന്ന് തോന്നുന്നത്. എനിക്കൊന്ന് ഇതിൽ നിന്ന് 250, ഇതിൽ നിന്ന് 450, AUD മാറ്റിയാന്ന് തോന്നുന്നു $250 എടുത്ത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ ട്രേഡുകളാണെങ്കിൽ ഞാൻ ഏകദേശം ഇവിടം വരെയൊക്കെ പോകുള്ളൂ എന്നാണ് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ പ്രൈസ് പുൾ ബാക്ക് ആ പൊസിഷനിൽ നമുക്ക് തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ചെയ്തത് തന്നെ ഒരു ബിയറിഷ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. എല്ലാം അതേ അനുസരിച്ച് തന്നെ ബിയറിഷിലേക്കാണ് പിന്നെ മൂവ് ചെയ്തത്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ ഗോൾഡിൽ പറഞ്ഞതുപോലെ തന്നെ കറൻസികളിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ AUDയിലാണെന്നുണ്ടെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. വലിയ ബിയറിഷിലേക്കൊന്നും പോയിട്ടില്ല. നല്ലൊരു ബുള്ളിഷിലേക്ക് പോയതിന് ശേഷം ഒരു പുൾ ബാക്ക് എടുത്തത് മാത്രമാണ് ക്യാൻഡിൽ കാണുന്നത്. എന്നാൽ വീക്ക് നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും കഴിഞ്ഞത്തെ ആഴ്ചത്തെ 2-3 ആഴ്ചത്തെ ക്യാൻഡിലെ ഹൈ എടുത്തതിന് ശേഷം നല്ല ലിക്വിഡിറ്റി എടുത്ത് നല്ല റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. ആ റിയാക്ഷനാണ് നമ്മളവിടെ ട്രേഡാക്കി മാറ്റിയത്. നമുക്കിവിടെ ഡേയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡേയുടെ, അതായത് 2024 ഉണ്ടായ ഡേയുടെ ഒരു വീക്ക് OB എന്നാണ് പോയത്. വീക്ക് OBയൊക്കെ കൂടുതലും റിയാക്ഷൻ കിട്ടുന്നത് ഇതേപോലെ മൂവ്മെൻറ്റ്സ് കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കുറവുള്ള, അതായത് ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ള കറൻസികളിലൊക്കെ ആയിരിക്കും ഇതേപോലെ കൂടുതൽ റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രൈസ് കറക്റ്റായിട്ട് വന്നു പോയിട്ടുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ്സാണ് ഞാനും പ്രോഫിറ്റ് എടുത്ത് മാറിയത്. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ഹവർ പ്രൈസ് ബുള്ളിഷാണ്. 4 ഹവറിൻ്റെ ഈ ഒരു പുൾ ബാക്ക് പല ആൾക്കാരും കുറച്ച് പ്രോഫിറ്റൊക്കെ എടുത്ത്. അപ്പോൾ 4 ഹവറിനൊക്കെ എടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഇൻസൈഡ് ക്യാൻഡിലെ ഹൈ ആണ്. നമുക്കിവിടെ വേറെ ഹൈ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു 1 ഹവറിലൊക്കെ വന്നിട്ട് തന്നെ ഹൈ നോക്കാം. അല്ലാതെ ഈ ഹൈ ഒന്നും ടാർഗറ്റ് വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അത് കിട്ടില്ല, മനസ്സിലായോ?
ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവ്, ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ വന്ന് ബ്രേക്ക് ഇവനെ കടിച്ചിട്ട് പോകാം. ഇതാണ് കറൻസിയുള്ള മെയിനായിട്ട്. 10 വിപ്പും 20 വിപ്പൊക്കെ തന്നെ AUD ഒക്കെ വെക്കുമ്പോൾ ടാർഗറ്റ് വെക്കാൻ നോക്കുക. ഞാൻ വെച്ച പോലത്തെ ടാർഗറ്റൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ബ്രേക്ക് ഇവൻ അടിക്കാനുള്ള സാധ്യത. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഒരെണ്ണമല്ലേ ബ്രേക്ക് ഇവൻ അടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2 അല്ലേ ബ്രേക്ക് അടിക്കുകയുള്ളൂ, 1-2 ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് 1 അവറിലും അതേ സെയിം സ്ഥലത്ത് OB ഉണ്ടായിരുന്നു. ആദ്യം പ്രൈസ് ഒന്ന് മൂവ് ചെയ്തു, ഈ ഹൈ വെച്ചു, പക്ഷേ ബ്രേക്ക് ഇവൻ അടിച്ചു, നേരെ തിരിച്ച് ആ ടാർഗറ്റ് അടിച്ചു. അതാണ് ഞാൻ പറയുന്നത്, AUDയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ടാർഗറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇനിയും പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈയും സെല്ലും പരമാവധി പിക്ക് ചെയ്യാൻ നോക്കുക. അല്ല പ്രൈസ് നേരെ വീണ്ടും താഴേക്ക് തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ 1 അവറിൻ്റെ OB ഉണ്ട്. ധൈര്യമായിട്ട് നല്ല ലിക്വിഡിറ്റി എടുത്തൊരു OBയാണ് ഇത്. ഇനി കയറിപ്പോയില്ല, ഇത് നേരെ വന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ലോങ് ടൈം ബൈ എടുത്തോട്ടോ. നല്ല പ്രോഫിറ്റ് കിട്ടാനും നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളതാണ്. അത്രയും ലിക്വിഡിറ്റിയാണ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹൈ റിയാക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലൊക്കെ ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ ഒരു ട്രാപ്പും തരാം. ആ നെക്സ്റ്റ് സെറ്റപ്പിൽ നിന്ന് എൻട്രിയിൽ കയറാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഈ മാസം വളരെ കുറച്ച് ആളുകളെ മാത്രമേ കോഴ്സിന് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.